السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آله وأصحابه أجمعين. أما بعد. ആദരണീയ സഹോദര സഹോദരന്മാർ, ഇന്ന് ഞങ്ങൾ ഇസ്ലാമിൻ്റെ മൂന്നാമത്തെ സ്തംഭ സക്കാത്തിൻ്റെ വിഷയത്തിൽ ചുമലുള്ള ക്വസ്റ്റ്യൻ ആൻസർ അൽമാർ ഡൗട്ട് ക്ലിയർ ആക്കുകയായിട്ട് ಬಂದರ ഞങ്ങളൊಟ್ಟಿಗೆ മൗലാന മുസ്തഫിദാരി ഉസ്താദ് ഉണ്ട്. ആണ് സമയം സക്കാത്തിൻ്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് എല്ലാവരും പിടിയുണ്ടോ. ഒന്നാമതായിട്ടിക്കറ് ಅದರ റൈറ്റ് ಕ್ಯಾಲ್ಕುಲೇಷನ್ ಪ್ರಕಾರ ಕೊಡ್ಕೊಡ್ದು, രണ്ടാമതായിട്ടിക്കറ് ಅದರ ಅವಧಿ പൂർത്തിയായ ಬರ್ತಿಗೆ, മൂന്നാമതായിട്ടിക്കറ് അത് ആർഗി കൊടുക്കാനായത് ಅಂಕ್. ഉസ്താദോട്ട് ഞങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേൾക്കറ, ഉസ്താദ് സക്കാത്ത് ഞങ്ങൾ കളക്ഷൻ ആക്കിയിട്ട് കൊടുക്കറ് സെല്ലിക്കറ്, സക്കാത്തിൻ്റെ സംഗ്രഹ ആക്കിയിട്ട് എത്തുപാട്ട സെല്ലിക്കറ്, അങ്ങനെ മുഖാന്തരം ഞങ്ങൾ സക്കാത്ത് കൊടുക്കറ. രണ്ടാമതായിട്ട് ഞങ്ങൾ വൈಯಕ್ತಿകമായിട്ട് ഞങ്ങമേ തേടി പിടിച്ചിട്ട് ഞങ്ങൾക്കും പോയി എത്തുപാടുற സക്കാത്ത്. ഇതിൽ രണ്ടിൽ ഏത് അഫ്ദലായിട്ട് ചൊല്ലാമെന്ന്? അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സക്കാത്ത് ചെല്ലുന്നത് ഇസ്ലാമൊരു മൂന്നാമത്തെ സ്തംഭൈത്തിക്കറ്, പില്ലറൈത്തിക്കറ്. അള്ളാഹു സുബ്ഹാനഹു തആല പവിത്ര ഖുർആനിൽ നിസ്കാരത്തിലെ വിഷയ ചെന്നവിടെ, നിസ്കാരത്തിനെ നിങ്ങൾ കൃത്യമായിട്ട് നിലനിർത്തണു ചെന്ന ജാഗൽ, ചെമ്മത്തെ ജാഗൽ വാത്തു സക്കാത്ത, സക്കാത്തിനെ നിങ്ങൾ കൊടുത്തുത്തു ബീഡോണ് ചെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ചെല്ലുക. അപ്പം സക്കാത്ത് ചെല്ലുന്നത് അവൻ്റെ മാലിരെ മുതലിരെ ശുദ്ധീകരിக்கிறதைത്തിക്കറ്. സക്കാത്ത് കൊടുത്തുത്ത് ബീടാത്ത കാലത്തോളം അവൻ്റെ മാല്, അവൻ്റെ സമ്പാദ്യ അത് ഒരിക്കലും ശുദ്ധീകരിക്കില്ല, അത് അവനക്ക് ഹലാലാവില്ല. അത് അള്ളാഹു സുബ്ഹാനഹു തആല പവിത്ര ഖുർആൻ ഒലിമ്പാമത്തെ അധ്യായ സൂറത്ത് തൗബരെ 60-ാമത്തെ ആയത്തിൽ സക്കാത്ത് മേങ്ങകു അർഹതപ്പെട്ടതായ 8 വിഭാഗത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ചെല്ലുക. ആ 8 വിഭാഗ ആൾമാരെ മുതലൈത്തിക്കറ് സക്കാത്തിരെ മുതൽ ചെല്ലുന്നത്. അത് കൊടുത്തേ ബീഡോണു. അത് കൊടുക്കാത്ത കാലത്തോളം ഒരിക്കലും അവനൊരു മുസ്ലിം ചൊല്ലുക സാധ്യമേ അല്ല. മാത്രമല്ല, ഇസ്ലാമിക ഭരണമുള്ളതായ ജാഗൽ, ശരീഅത്തിലെ നിയമ പാലിക്കുന്നതായ ഇസ്ലാമിക ഭരണമുള്ളതായ ജാഗൽ, മഹ്കമ ശരിയൽ കാലിഗ് അവൻ്റെ ഒട്ടിಗೆ യുദ്ധ കൊണ്ടുത്ത് പ്രഖ്യാപിക്കുക. അത്രത്തോളം ഇസ്ലാം ಅದಕ್ಕೆ അനുവദിച്ച് കൊടുത്തുള്ളൂ. ഇനി നിങ്ങളെ പ്രശ്നം, ഈ സക്കാത്ത് വൈಯಕ್ತಿകമായിട്ട് കൊടുക്കുന്നത് നല്ലതാ, അതല്ല സക്കാത്ത് സെല്ലുണ്ട്, ആ സക്കാത്ത് സെല്ലുക്ക് കൊടുക്കുന്നത് നല്ലതാണ്? സക്കാത്ത് ഏറ്റവും നല്ലത് സക്കാത്ത് സെല്ലുക്ക് കൊടുക്കുന്നതെത്തിക്കറ്. കാരണം എന്താ വെച്ചെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഒലിമാമത്തെ അധ്യായ സൂറത്ത് തൗബരെ 103-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ചെല്ലുക, ഖുദ് മിൻ അംവാലിഹിം സദഖ. ഖുദ് നിങ്ങൾ എന്താക്കോറു, സ്വീകരിക്കോറു, മിൻ അംവാലിഹിം അങ്ങനെ സമ്പത്തിൽ നിന്ന്, മുതലിൽ നിന്ന്, സദഖത്തൻ സദക്കരെ, സദക്ക കൊണ്ടുള്ളതായ ഉദ്ദേശ സക്കാത്ത് എത്തിക്കറ്. എന്നിട്ട് എന്ത് കഴിച്ചിക്കറ്, അതിലെ ലക്ഷ്യം എന്താ എത്തിക്കറ്? തുതഹിറുഹും അങ്ങനെ ശുദ്ധീകരിക്കുകയാനായിട്ട്, വതുസക്കീഹിം ബിഹ അങ്ങനെ പരിശുദ്ധീകരിക്കുകയാനായിട്ട്, അങ്ങനെ മുതൽ ശുദ്ധീകരിക്കുകയും അങ്ങനെ പരിശുദ്ധീകരിക്കുകയാനായിട്ട്. എന്നിട്ട് വസല്ലി അലൈഹിം, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടിಗೆ ചെന്ന് നിങ്ങൾ അങ്ക് വേനായിട്ട് പ്രാർത്ഥിക്കോറു. ഇന്ന സലാത്തക സകനു ലഹും, നിശ്ചയമായിട്ടും നിങ്ങളെ പ്രാർത്ഥന ചെല്ലുന്നത് അങ്കൊരു സമാധാനമായിത്തിക്കറ്, സുക്കൂനായിത്തിക്കറ്. വല്ലാഹു സമീഉൻ അലീം, അള്ളാഹു എല്ലാ കേൾக்கிறവനും അറിയറവനായിത്തിക്കറാർ. അപ്പം ഈ ആയത്തിൻ്റെ ബേസിൽ മുഫസ്സിരീങ്ങ തഫ്സീറിൽ രേഖപ്പെടുത്തുറാറ്. അതേപോലെ കർമ്മശാസ്ത്ര ഫുഖഹാക്കന്മാർ അങ്ങനെ ഫിഖ്ഹിയുടെ കിതാബു സക്കാത്തിലുള്ള വിശദീകരിച്ചതായിട്ട് ഞങ്ങൾക്ക് കണ്ട്, സക്കാത്ത് സെല്ലുക്ക് കൊടുക്കുന്നത് അഫ്ളലായിത്തിക്കറ്. എന്ത് ചെന്നിട്ടെങ്കിൽ ഈ സെല്ലുക്ക് കൊടുത്തത് കൊണ്ടുള്ളതായ ഒരു ബെനിഫിറ്റ് എന്ത് ചെന്നിട്ടെങ്കിൽ അതിരെ മുത്തവല്ലിക്കുക. അതേപോലെ അതിൽ സക്കാത്തു സുന്ദൂഖ്, സക്കാത്തിനെ പെട്ടിക്കും, അതിരെ
നിയന്ത്രണത്തിക്ക് കൊണ്ടുവന്നതായ ഒരു കമ്മിറ്റി ഇക്കറ്, അതിനെ ഏറ്റെടുത്തതായ ഒരു അമീർ ഇക്കറ്, അതേപോലെ ഈ സക്കാത്തുക്ക് അർഹതപ്പെട്ട ആൾമാർ 6 ലക്ഷത്ത് അങ്ങനെ സർവാക്കുകയായിട്ടുള്ളതായ ഒരു ടീം ഇക്കറ്, അങ്ങ് അതിലെ സർവാക്കിത്ത് അർഹതപ്പെട്ടതായ ആൾമാരെ കൈക്ക് എത്തുകയാനായിട്ട് ഇത് വലിയൊരു ഉപകാരപ്പെടുക ഏത് ഈ സക്കാത്ത് സെല്ല് ചെല്ലുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് സക്കാത്ത് സെല്ലുക്ക് കൊടുക്കുന്നത് അയച്ചിക്കറ് നല്ലത്. ഇനി വൈയക്തികമായിട്ട് ഇപ്പം അങ്ങനെ കുടുംബത്തിലുള്ളവർ, അതേപോലെ നമുക്ക് അറിയുന്നതായ ആൾമാരുള്ളവർ, അപ്പോൾ അങ്ങനെ ആവശ്യം അറിഞ്ഞിട്ട് സക്കാത്ത് നമുക്ക് വൈയക്തികമായിട്ട് കൊടുക്കുക തീരാനിട്ടെന്തും അല്ല, സക്കാത്ത് വീടില്ല എന്നിട്ടുള്ളല്ല. ചില സന്ദർഭത്തിൽ വൈയക്തികമായിട്ട് കൊടുക്കണം കഴിച്ചു വരും. ഇപ്പോൾ കുടുംബത്തിലൊരു പ്രശ്നമുണ്ട്, ഒരാൾ ബുദ്ധിമുട്ടിലുണ്ട്, സക്കാത്ത് മേങ്ങ അർഹതപ്പെട്ട ആളായിത്തിക്കറിറങ്ങ. അള്ളാഹു ഖുർആനിൽ ചെന്ന 8 വിഭാഗത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ അങ്ങ് ഉള്ളാറ്. അപ്പോൾ വൈയക്തികമായിട്ട് കൊടുക്കുക തെറ്റെന്തും അല്ല. അപ്പോൾ സക്കാത്ത് സെല്ല് ഉണ്ടുണ്ടെങ്കിൽ ആ സെല്ലുക്കും നിബന്ധന ഉണ്ട്. അത് ഒരു മുത്തവല്ലി വേണം, അതിലെ സുന്ദൂക്ക് വേണം, അത് ശരീഅത്തിലെ നിയമമനുസരിച്ചിട്ട് അതിലെ കൈകാര്യം അതിലെ തസറുഫാത്താക്കുള്ളതായ ആൾമാർ വേണം, അതിനെ നിയന്ത്രിക്കുന്നതായ അത് ഏറ്റെടുത്ത ആൾമാർ വിശ്വസ്തരായ ആൾമാരായിട്ട് വേണം. ഇതെല്ലാം നിബന്ധന ഫുഖഹാക്കന്മാർ ഇസ്ലാം നമുക്ക് പരിപാട്ടിയത്. അപ്പോൾ അതനുസരിച്ചിട്ടുള്ളതായ ഒരു സെല്ല് ഉണ്ടെങ്കിൽ സെല്ലുക്ക് കൊടുക്കുന്നതായിട്ട് ഹയർ. ஜஸாக்கல்லாஹ் ஹைர். உஸ்தாத், ஜக்காத்துற விஷயத்தில் யாரை கொஸ்டின் பண்ணோம் பெண்ணுங்களே ಬಂಗಾರ விஷயத்தில். பெண்ணுங்களோட ಉದಾಹರಣೆಗೆ ಆಲ್ಮಾರು ஒரு ಪ್ರಚಾರ ಹಾಕಿರೋರು, ನಂಗೆ ಧರಿಕಿರೋ ಬಂಗಾರ ನಂಗೆ ಯೂಸ್ ಹಾಕಿರೋ ಬಂಗಾರ ಅದಕ್ಕೆ ಜಕಾತ್ ಇಲ್ಲ ಅಂತ. യൂസ് ആക്കുന്ന ಬಂಗಾರ ഒരു 3-4 പവൻ 5 പവൻ ഇക്കുമൈ. പിന്നെ അതല്ലാത്ത 50 പവൻ 100 പവൻ എല്ലാം കപ്പാട്ടിൽ വെച്ചത് ഉണ്ട്. അത് ആഭരണ രൂപത്തിലും ഉണ്ട്, കോയിൻസ് രൂപത്തിലും ഉണ്ട്. ಅದಕ್ಕೆ എങ്ങനെ സക്കാത്ത് കാൽക്കുലേഷൻ ആക്കും നോക്കറു. സക്കാത്തിരെ വകുപ്പുരെ കർമ്മശാസ്ത്ര ഫുഖഹാക്കന്മാർ ഖുർആനിലെയും ഹദീസിലെയും ബേസിൽ 4ആയിട്ട് തിരിച്ചിടാറ്. ഒന്ന് ദഹബ് ഫില്ലത്ത് ബംഗാറ് വെള്ളി, രണ്ടാമത് തിജാറത്ത് കച്ചവടത്തിലെ സക്കാത്ത്, മൂന്നാമത്തത് കൃഷിയുടെ ദൈത്തിക്കറ്, നാലാമത്തത് അൻആം ആട് മാട് ഒട്ടക. ഇതൈത്തിക്കറ് സക്കാത്തിലെ 4 വകുപ്പ്. അപ്പോൾ ഈ ബംഗാറിലെ സക്കാത്ത് അത് 20 മിസ്കാൽ എത്തിക്കറ്. 20 മിസ്കാൽ ചെല്ലുമ്പോഴത്തേക്കു ഏകദേശ 84 ഗ്രാം ചെന്നെങ്കിൽ 10.5 പൗണ്ട്. ഈ 10.5 പൗണ്ട് കാട്ടി ಯಾರ ಇನ್ನೆಂಟೆಂಗಿൽ ಅದರ 2.5% സക്കാത്ത് കൊടുത്തുതേവേ. അത് യൂസ് ആക്കട്ട് യൂസ് ആക്കണ്ടിക്കട്ട് അങ്ങനത്തെ ഒരു വിഷയമേ ഇല്ല. യൂസ് ആക്കുന്നത് ഒരാൾക്ക് ഇപ്പോൾ 100 പൗണ്ട് യൂസ് ആക്കാം, 150 പൗണ്ട് യൂസ് ആക്കാം, എത്ര വേണമെങ്കിലും യൂസ് ആക്കാം. ഒരു പെണ്ണിന്റെ ശരീരത്തിൽ എത്ര ഉൾക്കൊള്ളുക അത്ര യൂസ് ആക്കാം. അങ്ങനത്തെ ഒരു മസലയില്ല. 84 ഗ്രാമരെ കാട്ടി ഏറെ 10.5 പൗണ്ട് കാട്ടി ഏറെ ഇന്നെങ്കിൽ അതിൽ 2.5% സക്കാത്ത് കൊടുക്കുന്നു. പിന്നെ അതിൽ വേണ്ടതായ പിന്നെ ഒരു സംശയമുണ്ട്. എന്ത് വെച്ചെന്നെങ്കിൽ ഇപ്പോൾ 84 ഗ്രാമരെ കാട്ടി ഏറെ ഉണ്ട്. ഉദാഹരണക്ക് 90 ഗ്രാം ഉണ്ട്, ഒരു 12 പൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 1.5 പൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ 10.5 പൗണ്ട് അത് കഴിച്ചിട്ട് കൊടുക്കണം, എല്ലാത്തിരത് കൊടുക്കണം. ഈ ഒരു സംശയ ആൾമാർക്ക് ഇക്കറ്. എല്ലാത്തിരത് കൊടുക്കണം, അത് കഴിച്ചിട്ടല്ല. 84 ഗ്രാം കഴിച്ചിട്ട് ബാക്കിയുന്നത് കൊടുക്കറല്ല, എല്ലാത്തിരതും കൊടുക്കണോ. അല്ലാഹു സുബ്ഹാനഹു തആല പവിത്ര ഖുർആനിൽ ഒലിമാമത്തെ അധ്യായ സൂറത്ത് തൗബരെ 34-35 ആയത്തിൽ ബംഗാറ് വെള്ളിരെ സൂക്ഷിച്ചിട്ട് വെച്ചിട്ട് സക്കാത്ത് കൊടുക്കാത്തങ്ങളെ ശിക്ഷയുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണും. ആറ് ചെന്നിട്ടെങ്കിൽ വല്ലദീന യക്നിസൂന ദഹബ വൽ ഫില്ലത്ത, ഒരു വിഭാഗ ആൾമാർ അങ്ങ് യക്നിസൂന ദഹബ വൽ ഫില്ലത്ത ബംഗാറിനെയും വെള്ളിരെയും അങ്ങനെന്താക്കാറ് സൂക്ഷിച്ചിട്ട് വയ്ക്കാറ് ഉണ്ട്. യൂസ് ആക്കിற ബംഗാറ് ചെന്നിട്ട് 100 പൗണ്ട് 50 പൗണ്ട് അതിനെ കാട്ടിയാരെ ലോക്കറിൽ കൊണ്ട് വയ്ക്കര്. അതൊരു സൂക്ഷിച്ച് വയ്ക്കുന്നതായിത്തിക്കറ്, അല്ലെങ്കിൽ ഔത്തിലെ ഒരു ലോക്കറിൽ വയ്ക്കര്, അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ട് വയ്ക്കര്. ഇതെല്ലാം ഇതിൽ ഉൾപ്പെട്ടത്.
ಬಂಗಾರು ಬೆಳ್ಳಿರೆ ಸೂಕ್ಸಿಚ್ಚಿ ಬೆಚ್ಚಿತ್ತು ವಲಾ ಯುಂಫಿಕೂನಹಾ ಫಿ ಸಬೀಲಿಲ್ಲಾ അതിൽ അള്ളാഹുര ദീനക്ക് അള്ളാഹുര മാർഗത്തിക്ക് അതിൽ എന്താക്കില്ലങ്ങ ചെലവാക്കില്ല. ചെന്നെങ്കിൽ മുഫസ്സിരിങ്ങ വ്യക്തമായിട്ട് ചെന്നാറ് ഇതിരെ കണക്ക് പിടിച്ചിട്ട് അങ്ങനെ എന്താക്കില്ല, അതിരെ സക്കാത്ത് ബീടില്ല, സക്കാത്ത് കൊടുക്കില്ല. അങ്ങനത്തെ ആൾമാർക്ക് ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, നല്ല നമ്പല ഉള്ളതായ കഠിന കടോഹരമായിട്ടുള്ളതായ അദാബിന്റെ വിഷയത്തിൽ, പനിഷ്മെന്റിന്റെ വിഷയത്തിൽ, അള്ളാഹുരെ അദാബിന്റെ വിഷയത്തിൽ നമുക്ക് നിങ്ങൾ ശുഭവാർത്ത കൊടുക്കറോ എന്താ വെച്ചിട്ട് ഞങ്ങളെ ശിക്ഷ അതും അള്ളാഹു 35-ാമത്തെ ആയത്തിൽ ചിലർ തൗബര് യൗമ യുഹ്മ അലൈഹ ഫീ നാരി ജഹന്നമ, അണ്ടത്തെ നാളില് പരലോകത്തിൽ ആ ഖിയാമത്ത് നാളില് അങ്ങ് എടുത്തു വെച്ചതായ സൂക്ഷിച്ചു വെച്ചതായ ബംഗാറ് ബെല്ലിരെ ജഹന്നമു ചെല്ലതായ അതിഭയാനകമായിട്ടുള്ളതായ നരകത്തിന്റെ തട്ടിൽ വെച്ചിട്ട് ചെമ്മ കടുപ്പമുള്ളതായ ഭയാനകമായിട്ടുള്ളതായ നരകമായിത്തിക്കൊരു ജഹന്നമു ചെല്ലറ്. ആ ജഹന്നമിൽ നിന്ന് അള്ളാഹുരൊട്ടിಗೆ ഞങ്ങൾ എപ്പോഴും കാവലരെ കേൾക്കണു, അഭയത്തിരെ കേൾക്കണു ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പാട്ടിയത്. നിസ്കാരത്തിൽ പോലും സലാം വീട്ടുறதுக்கு മുന്നുള്ള ഒരു ദുആ ഹദീസിൽ വന്നത് ചിക്കറ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. വേറെ ഒരു ഹദീസിൽ വന്നത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം, അള്ളാഹുവെ ജഹന്നമൊരു അദാബിൽ നിന്ന് നിന്റെ ഒട്ടിക്ക് ഞാൻ എന്താക്കറെ ശരണത്തിലെ കേൾക്കറെ. ഖുർആനിൽ ഇബാദുർ റഹ്മാൻ അള്ളാഹുരെ ഇഷ്ടദാസന്മാരായിട്ടുള്ള മോമിനീങ്ങളെ സ്വഭാവ ക്വാളിറ്റി അള്ളാഹു സുബ്ഹാനഹു തആല പവിത്ര ഖുർആനിൽ ചെന്നത് അങ്ങ ജഹന്നമു ചെല്ലതായ ഭയാനകമായിട്ടുള്ള നരകത്തിലെ ശിക്ഷയിൽ നിന്ന് അള്ളാഹുരൊട്ടിക്ക് നിരന്തരമായിട്ട് അങ്ങ് എന്തായിക്കൊണ്ടിരിക്കുവാറ്, അഭയ രക്ഷ കാവൽ കേട്ടുകൊണ്ടിരിക്കുവാറ്. ആ ജഹന്നമു കയറ്റിക്ക് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചതായ ಬಂಗಾರರೆയും ಬೆಳ್ಳಿರೆയും ഇട്ടിട്ട് അതിരെ ഫതുഖുവാബിഹ അതിരെ ചൂടാക്കിത്ത്, നല്ലോണം ചൂടാക്കിത്ത് നരകത്തിലെ തീയിലെ കണലെത്തിക്കറ് ചൂടാക്കരുത് ജഹന്നമുരെ. എന്നിട്ട് അങ്ങനെ മുതുകു, അതേപോലെ അങ്ങനെ പാർശ്വത്തുക്ക്, അതേപോലെ അങ്ങനെ നെട്ടിത്തടത്തുക അതിരെ വെയ്ക്കറ്. എന്നിട്ട് അങ്ങനൊട്ടിಗೆ ചെല്ലുന്നത് നിങ്ങൾ എന്താക്കോറ് ചെന്നിട്ടെങ്കിൽ ഹാദാമാ കനസ്തും ലി അൻഫുസിക്കും ഫദൂഖൂമാ കുന്തും തക്നിസൂൻ, ഇത് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചതായ ബംഗാറ് വെള്ളി എത്തിക്കറ് സക്കാത്ത് കൊടുക്കാതെ അള്ളാഹുര മാർഗത്തിക്ക് ചെലവാക്കാതെ, അതുകൊണ്ട് ഫദൂഖൂ മാ കുന്തും തക്നിസൂൻ, നിങ്ങൾ ഇതിൽ ആസ്വദിക്കറു, ഇത് നിങ്ങൾ അനുഭവിക്കറു, ഇത് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചതായ സക്കാത്ത് കൊടുക്കാതെ വെച്ചതായ ബംഗാറ് വെള്ളി എത്തിക്കറ് ചെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ ചെല്ലുക. അപ്പോൾ ഊടെ നോക്കറ് ഇതിലും ഞങ്ങൾക്ക് മനസ്സിലാവിടെ എന്ത് വെച്ചെന്നിട്ടെങ്കിൽ ഉപയോഗിക്കട്ട് ഉപയോഗിക്കാണ്ടിക്കട്ട് ബംഗാർ അതുക്ക് ശരീഅത്ത് നിശ്ചയിച്ചതായ കണക്ക് അതിരെ കാട്ടി യാരെ ഇന്നിട്ടെങ്കിൽ അതിരെ സക്കാത്ത് കൊടുക്കണം ചൊന്തൈത്തിക്കറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഹദീസിന് ഞങ്ങൾ പോണ്ടിട്ടെങ്കിലും ബലയിട്ടിട്ട് വന്നതായ ഒരു പെണ്ണൊരൊട്ടിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടത് സ്വഹിയായ ഹദീസിൽ കാണി മുസ്ലിം സഹീഹ് മുസ്ലിമിൽ കേൾക്കറ്, സഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കറ്, നീൻ അതിരെ സക്കാത്ത് കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കറ്. ഇല്ല ചെന്ന പൈത്തിക്കറ് അള്ളാഹുരെ നരകത്തിലെ ശിക്ഷയിൽ നിന്ന് ആ കൈ നാളെ നരകത്തിൽ ഇട്ടിട്ട് അള്ളാഹു ശിക്ഷിക്കുന്നതിൽ നിന്ന് അതിരെ കരിച്ചു കളയറതിൽ നിന്ന് നീ അള്ളാഹുരെ പേടിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെമ്മ ഹദീസ് ആ വിഷയത്തിൽ വന്നത്. അപ്പോൾ ആ ഹദീസെല്ലാം ഞങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്കു അവിടെ ആറും ഉപയോഗിക്കുന്നതായ ബംഗാറ് ഉപയോഗിക്കാത്തതായ ബംഗാറ് ചെത്ത് വേർതിരിച്ചിട്ടില്ല. ഹദീസിന്റെ ബേസിൽ ഖുർആനിന്റെ ബേസിൽ പ്രമാണബദ്ധമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുള്ളത് ശരീഅത്ത് നിശ്ചയിച്ചതായ ഗഡു അതിരെ കാട്ടി ആരെയെങ്കിൽ അതിരെ സക്കാത്ത് കൊടുക്കണം. ഉപയോഗിക്കുക ഒരാൾക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ഒരു അതിൽ വേണ്ട ഒരു സംശയ ഡയമണ്ടിൽ സക്കാത്ത് ഉണ്ടാ. ഡയമണ്ട് ആഭരണമായിട്ട് ഉപയോഗിക്കട്ടെങ്കിൽ അതിക്ക് സക്കാത്തില്ല, കാരണം അത് കിയമുൽ അഷ്യായിൽ ഉൾപ്പെടില്ല. ചെന്നെങ്കിൽ ഒരു സാധനത്തിക്ക് വില കെട്ടതായ ഒന്നുള്ളതെന്താവില്ല ഉൾപ്പെടില്ല. ഇപ്പോൾ ഡയമണ്ടിക്ക് ബംഗാറ് കൊണ്ടിട്ട് വില കെട്ടുകാവില്ലേ, ബംഗാറിക്ക് ഡയമണ്ട് കൊണ്ടിട്ട് എന്താക്ക വില കെട്ട. അപ്പൊ അത് കിയമുൽ അഷ്യായിൽ ഉൾപ്പെടാത്ത സബുല് അതിക്ക് സക്കാത്തില്ല. നേരെ മറിച്ചിട്ട് ഒരാള് ഡയമണ്ട് കച്ചവടാക്കറ്, വിക്കറ്, എടുക്കറ്, കച്ചവടാക്കറ്, അയാൾ സക്കാത്ത് കൊടുക്കണം. എന്തുകൊണ്ടെത്തു അത് സക്കാത്തില് കച്ചവടത്തില് വകുപ്പിലെത്തിക്കറ് വേണ്ടു. ഓക്കെ.
ഇതയച്ചിക്കർ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുള്ളത്. പിന്നെ ഉസ്താദ് പെണ്ണുങ്ങളെ ആഭരണ സക്കാത്ത് ആർ കൊടുക്കണാದ್ರು ಅದು ಧರಿಕಿರೆ പെണ്ണിമേ കൊടുക്കണ ಅಲ್ಲ ಮಾಪ್ಲೆ കൊടുക്കണ ಅಲ್ಲ ಅವಳ ಹಬ್ಬ ಆಂಗಲಮಾರ ಕೊಡ್ತಿಂಗ ಅವರು ശരീരത്തിലെ നിയമം അനുസരിച്ചിട്ട് ആ മുതൽ 6 ഉള്ളിൽ അങ്ങ് കൊടുക്കണായിട്ട് ഉടമസ്ഥനാറ് അതിലെ ഉടമ മാലിക്കാർ അങ്ങ് കൊടുക്കണം. ഇപ്പോൾ ഒരു പെണ്ണൊരൊട്ടിക്ക് ബംഗാറുണ്ട്, അവളെ ബംഗാർ എത്തിക്കറ് അത് കടയിച്ചെടുത്തത് എന്തുമല്ല. അല്ലെങ്കിൽ മാപ്പിള ഇത് നീ വെച്ചുക നക്ക് ബേന്മായപ്പോൾ നീ തിരിച്ചു തരണു ആ ഒരു നിബന്ധന കൊടുത്തതല്ല. ഒന്ന് അവൾ അബ്ബ ഇട്ടതൈത്തിക്കും അവള് സ്വത്തൈത്തിക്കറ്, അല്ലെങ്കിൽ മാപ്പിള അവൾക്ക് എടുത്തു കൊടുത്തതൈത്തിക്കും, അല്ലെങ്കിൽ അവൾക്ക് കിട്ടിയതായ സമ്പത്ത് കൊണ്ട് അവൾ എടുത്തതൈത്തിക്കും. ഏതായെങ്കിലും അവളെ മിൽക്കിയച്ചിൽ അവളെ അധീനത്തിൽ അത് ഉണ്ടുണ്ടെങ്കിൽ അതിലെ സക്കാത്ത് അങ്ങമേ കൊടുക്കണം, പെണ്ണിങ്ങമേ കൊടുക്കണം. പിന്നെ മാപ്പിള ചെന്ന ഇതാ നീ സക്കാത്ത് കൊടുക്കണ്ട, നിന്റെ ബംഗാർ എത്ര ഉണ്ട് അതിൽ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ പിടിച്ചിട്ട് ഒരു ഗ്രാമിಗೆ എത്ര ಐತಿಕ್ರೆ ಅದರ ಕಣக்கு പിടിച്ചിട്ട് ಅದರ സക്കാത്ത് ನಾ കൊടുക്കുற ചെന്ന് മാപ്പിള ഏറ്റെടുത്ത ನಾನದು കൊടുക്കുற ചെന്നിട്ടെങ്കിൽ മാപ്പിള കൊടുക്ക. അല്ലെങ്കിൽ അവളെ അബ്ബ ഏറ്റെടുത്തിട്ട് ഇത് നിന്റെ സക്കാത്ത് നാ കൊടുക്കുറേ അങ്ങനെ അങ്ങ് ഏറ്റെടുത്തിട്ടെങ്കിൽ കൊടുക്കുന്നതിൽ തെറ്റില്ല. അല്ലാതെ ഒരു പെണ്ണായവൾക്ക് മാപ്പിളൊട്ടിಗೆ ನನ್ನ സക്കാത്ത് നിങ്ങൾ കൊടുക്കൊരു ചെന്നുള്ളതായ ഒരു ഓർഡർ ഇടകു പെണ്ണുക്ക് എന്തില്ല, ഇസ്ലാം അനുവദിക്കില്ല. കാരണം അവളെ ദായിത്തെങ്കിൽ അവളെ കൊടുക്കണം. പിന്നെ മാപ്പിള നാ കൊടുക്കുന്ന ചെന്ന് ഏറ്റെടുത്തെങ്കിൽ എന്താക്ക കൊടുക്കുന്നതിൽ പ്രോബ്ലം ഇല്ല. ഇನ್ನು മാപ്പിള കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും അവളെ മിൽക്കിയത്തിൽ അവളെ ഉടമസ്ഥതയിൽ ആ ബംഗാറ് ഇന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൾ ഉത്തരവാദിയായിത്തിക്கிறாൾ. സക്കാത്ത് വീടാത്തതായ നിലക്ക് ഫക്കീർ, മിസ്കീന്, കടക്കാര സക്കാത്തിരെ അവകാശിമാരെ സമ്പത്തിരെ തിന്നതായ ശിക്ഷയിത്തിക്കറ് ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കല. തിന്നരതെല്ലാം ഹറാമೈತಿക്കറ്. കാരണം ಮೊದಲೇ ಶುದ್ಧೀಕರಿக்கிறದೈತಿಕ್ಕರೆ ಸಕಾತುಲ್ ಮಾಲ್ ಐತಿಕ್ಕರೆ ಒಂದೈತಲ್ಲೇ ಆ ಪಾಯ ಸಬುಲು ಅದು ಅಂಗಮೇ ಐತಿಕ್ಕರ ಅದರ ಜವಾಬ್ದಾರಿ. പിന്നെ അത് കൊടുക്കുന്ന ചെന്ന് മാപ്പിള ഏറ്റെടുത്തിട്ടെങ്കിൽ കൊടുക്കുന്നതിൽ പ്രോബ്ലം ഇല്ല. ஜக்காத் கொடுக்குற விஷயத்தில் ஆள்மாறு பேரிக்கிறோம் பைசா இருந்தாங்க மாத்திரம் பைசக்கார மாத்திரம் ஜக்காத் கொடுக்கணும். சாதாரண மனுஷன்மார் மீடியம் டைப் ஆள்மார்கள் ಅಂಕಲ್ ಜಕಾತ್ ಕಡ್ಡಾಯ ಎಲ್ಲ ಬೇರಿಕ್கிறார். ಇದರಿಂದ ಜವಾಬ್ നോക്കൂ, ഇത് ചില ആൾമാർ വിചാരിച്ചത് ഒരു തപ്പു ഭാവന ಐತಿಕ್ರೆ. പൈസക്കാർക്ക് കോടീശ്വരക്ക് മാത്രം ಐತಿಕ್ರೆ ജക്കാത്ത്, ഒരു മിഡിലുള്ളവനുക്ക് എന്തില്ല ജക്കാത്ത് ഇല്ല ചെന്ന് ചില ആൾമാർ പേര്. അങ്ങനല്ല, ജക്കാത്ത് ഒരാൾക്ക് ഫറലാവിടെ എങ്ങനെ ಅದಕ್ಕೆ ഇസ്ലാം ഞങ്ങൾക്ക് നിശ്ചയിച്ചതായ ഗഡുണ്ട്. ഒരാളൊട്ടിക്ക് 595 ഗ്രാം ಬೆಳ್ಳಿರೆ ಬೆಲೆ ಬಂಡದಾಯ ಕರೆನ್ಸಿ ಒರ್ತರೊಟ್ಟಿಗೆ ഒരു വർഷത്തിൽ നിന്ന് ഒരു വർഷത്തേക്ക് സ്റ്റോക്ക് അയച്ചു. എത്ര? 595 ഗ്രാം ಬೆಳ್ಳಿರೆ ಬೆಲೆ ಬಂಡದಾಯ കറൻസി. അത് ഇന്ത്യൻ റുപ്പീസ് ಐತಿക്കും, ഖത്തർ റിയാൽ ಐತಿക്കും, സൗദി റിയാൽ ಐತಿക്കും, കുവൈത്ത് ദീനാർ ಐತಿക്കും, അല്ലെങ്കിൽ UAE ദിർഹം ಐತಿക്കും, ഡോളർ ಐತಿക്കും, ഏതു ആവട്ടെ 595 ഗ്രാം വെള്ളിരെ വില ബണ്ടതായ കറൻസി ഒരു വർഷത്തേക്ക് അവൻ്റെ ഒട്ടിക്ക് സ്റ്റോക്ക് അയച്ച് അവൻ്റെ എല്ലാ ചെലവ് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് ആയിട്ടെങ്കിൽ ಅದರ 2% ಅವನು ಜಕಾತ್ ಕೊಡ್ತಿದ್ದೆ ಬೇನು. അപ്പോൾ ಅವನು ಕೋಡೀಶ್ವರನಾವಣ. അപ്പോൾ ಇಂಡು ಸಿಲ್ವರ್ 1 ഗ്രാം വെള്ളിക്ക് എത്ര ഉണ്ട് ചെന്ന് കണക്ക് കൂട്ടണം. അപ്പോൾ 595 ഗ്രാം വെള്ളിക്ക് എത്ര ബണ്ട് ചെന്ന് കണക്ക് കൂട്ടണം. അപ്പോൾ കണക്ക് കൂട്ടിയിട്ടാകുമ്പോഴത്തേക്ക് പിടിയാവിടും എത്ര ഇന്നെങ്കിലും ജക്കാത്ത് കൊടുക്കണം ചെന്ന്. അപ്പൊ ഇതൊരു തപ്പു ഭാവന ಐತಿಕ್ರೆ. കോടീശ്വരന്മാർ മാത്രം ജക്കാത്ത് കൊടുക്കರೆ, അങ്ക് മാത്രം അതൊരു ബാധക, അങ്ങനല്ല. ഓക്കെ, ഈ 595 ഗ്രാം വെള്ളിയുടെ വില വേണ്ടതായ കറൻസി ഒരുത്തരൊട്ടിಗೆ അല്ലെങ്കിൽ ഒരുത്തിരൊട്ടിಗೆ ഒരു വർഷത്തേക്ക് അങ്ങനെ എല്ലാ ചെലവ് കഴിച്ചിട്ട് ബാക്കി ഉണ്ടുണ്ടായെങ്കിൽ അങ്ങ് എന്താക്കണം, ಅದರ 2% അങ്ങ് സക്കാത്ത് കൊടുക്കണം. അത് അങ്ങനെ മുതലല്ലാതായിട്ട് മാറും. വർഷ പൂർത്തിയാവലോട് കൂടിയിട്ട് ആ 2% അങ്ങനെ മുതലല്ലായിട്ട് മാറും. അത് അള്ളാഹു ഖുർആനിൽ ചെന്ന് സൂറത്ത് തൗബ 60-ാമത്തെ ആയത്തിൽ ചെന്ന് ആ വിഭാഗത്തിന് മുതലെത്തിക്കരുത്. അത് ഉണ്ട്
ഞങ്ങളെ റായത്തിലെല്ലാം ഉള്ളത് 8 വിഭാഗത്തിൽ ഒന്ന് ഫക്കീർ, പിന്നെ ഒന്ന് മിസ്കീന്, പിന്നെ ഒന്ന് കടക്കാര, പിന്നെ ഒന്ന് മുസാഫിർ, അതേപോലെ സക്കാത്ത് ശേഖരിക്കുന്നതായ അതിരാള് ആമില്. അതേപോലെ പിന്നെ ഉള്ളത് ഇസ്ലാമിലേക്ക് അതും ಇಂದು ಬಾರಿ ಕೊರಡಿ ಐತಿಕರು ಮಾಲಿಫತುಲ್ ಕುಲೂಬ್ ಚೆಂದಂಟೆಂಗ್ಲಿ ಇಸ್ಲಾಮುಗು ಬರಗುಬೇನಾಯ್ತು ಅವನಿಗೆ ತಾಲ್ಪರ್ಯ ಉಂಡು. ಅವನಿಗೆ എല്ലാ തടസ്സവും ಅದರ ವಿಷಯത്തിൽ ಅವನಿಗೆ നേരിട്ടുണ്ട് എത്തുപണ്ട്. അവനൊരു ബന്ധനത്തിലുള്ള ಅವನು ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞിര, ഷഹാദത്ത് കലിമയെ കുറിച്ച് അറിഞ്ഞിര, അതിൽ അവന് മനസ്സിലാക്കിര. അത് അവനക്ക് അവൻ്റെ ഹൃദയത്തില് അന്തരാളത്തില് അവനക്ക് ദീൻ്റെ വിഷയത്തിൽ ശരിക്ക് ഇസ്ലാം ദീനക്ക് കടന്നിട്ട് വരകു ഉണ്ട്, വരകു നല്ലോണം അവനക്ക് മനസ്സുണ്ട്. ബട്ട് അവനക്ക് എന്താവില്ലേ, അവനെ തടസ്സത്തിൽ വെച്ചിര്, ബന്ധനത്തിൽ വെച്ചിര്. അങ്ങനത്തെ കുറിച്ച് തൈത്തിക്കറ് മാലഫത്ത് കുലൂബുണ്ട് ചിലരത്ത് കൊണ്ടൈത്ത. അപ്പം അങ്കും സക്കാത്ത് കൊടുക്കണം. അങ്ങനെ എൻ്റെ ഭാര്യ കൊറടി എത്തിക്കറ്. പിന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ പിന്നെ ബാക്കിയുള്ളത് ജിഹാദ്, അതേപോലെ അടിമ ഉണ്ട്. നമുക്ക് കാണുകൂ സാധ്യമില്ല. കടക്കാറുള്ളവരല്ലേ കട ചെന്നിട്ടെങ്കിൽ അതുക്കും ഒരു ഹദ്ദുണ്ട്. അവന്റെ ജീവിത മഈശത്തുക്ക് ബേനായിട്ട് അവന്റെ ഉപജീവന മാർഗത്തുക്ക് ബേനായിട്ട് അവന് കടാക്കിര. ಉದಾಹರಣೆಗೆ ಅವನಿಗೂ ಜೀವಿಕೋಗು ಬೇನಾಯ್ತು, ಅವನ ಪೆಂಜಾಯಿ ಮಕ್ಕಳ ಬಲ್ತೋಗು ಬೇನಾಯ್ತು, ಅಂಗಲ ಪಡಿಪಾಟೋಗು ಬೇನಾಯ್ತು, ಅವನಿಗೆ കടയിര്. ആ ഒരു കടക്കാര അല്ലെണ്ടെങ്കിൽ ഒരാൾക്ക് ഇപ്പൊ താമസിക്കുള്ളതായ മസ്കൻ അക അത് ആവശ്യമായി തിക്കറ് അല്ലേ. അപ്പൊ ഒരു വലിയ ഒരു കോടിക്കണക്കിന് ചെലവാക്കിയിട്ട് ലക്ഷക്കണക്കിന് ചെലവാക്കിയിട്ട് വലിയ ഒരു കൊട്ടാര പോലത്തെ അക കെട്ടിട്ട് നക്ക് കടായിരിച്ചെങ്കിൽ ആ കടത്തിര ഇതിൽ ഉൾപ്പെടുത്തില്ല. ജീവിതത്തിന് മഈശത്തിന് മാർഗ ജീവിക്കുക ഒരു മൈശത്തിന് ഒരു കച്ചവട വേണം, ഒരു അക വേണം. അതൊരു അവ കെട്ടുമ്പോൾ അവനക്ക് കടായി പോയിരും ആ കടക്കാരൻ. അല്ലെങ്കിൽ കച്ചവടത്തിൽ കുടുങ്ങിയതായ കടക്കാർ കടായി പോയിരും, കച്ചവടത്തിന് വേനായിട്ട് കടയിര്. കോടിക്കണക്കിന് മുതലിട്ടിട്ട് കടായിത്ത് ഞാൻ കടക്കാരെ ചെന്നെങ്കിൽ എന്തില്ല, അത് കർച്ചയില്ല. ജീവിത മാർഗത്തിന് വേനായിട്ടുള്ളതായ ഒരു കച്ചവടത്തിന് ആ ഒരു നമുക്ക് ഇപ്പൊ സാധാരണ പിടിയാവിടും. ആ കടക്കാരായി തിക്കറ് ഉൾപ്പെട്ടു. അല്ലാതെ എല്ലായിടത്തും കടമേങ്ങിത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കച്ചവടത്തിൽ ഇട്ടിട്ട് ആ ഭാഗത്തിൽ ചിന്തിക്കാതെ ഞാൻ കടായിരെ ലോസായിരെ ചെന്നിട്ടെങ്കിൽ അത് അവൻ ആ കടക്കാരെ ഇതിൽ ഉൾപ്പെടുത്തതാവില്ല, അർഹല്ല. എന്തൊക്കെ അവനക്ക് കടായിര്, ഏത് വിഷയത്തിൽ കടായിര്, അവന് കടാക്കിற ഉദ്ദേശം എന്താ എത്തിക്കറ്, ഇതെല്ലാം ഞങ്ങൾ നോക്കണം. പിന്നെ പെണ്ണുങ്ങളുടെ ബംഗാറുണ്ടോ? അപ്പൊ ആണുങ്ങൾ ചൊല്ലറ് നാണ് കടത്തുള്ളാണ്ട്. അപ്പൊ ആ പെണ്ണുങ്ങള് ബംഗാറ് മാപ്പിളക്ക് കൊടുക്കാമാണ് തീർച്ചയായിട്ടും കൊടുക്കാം. ചെന്നിട്ടെങ്കിൽ പെഞ്ഞായിരെ സക്കാത്ത് മാപ്പിളെ കൊടുക്ക, മാപ്പിളരെ സക്കാത്ത് പെഞ്ഞായി കൊടുക്കാവില്ലേ, ഉമ്മ അബ്ബക്കും കൊടുക്കാവില്ലേ. എന്നിട്ടെങ്കിൽ ഉമ്മ അബ്ബ അതേപോലെ പെഞ്ഞായി മക്ക ഇങ്ക് ചെലവ് കൊടുക്കൽ നിർബന്ധിച്ചിക്കറ്. അത് അവന്റെ സമ്പത്തിൽ നിന്ന് കൊടുക്കണം. ഈ സക്കാത്തിന് അവകാശിമാരെ സമ്പത്തിൽ നിന്ന് കൊടുക്കറല്ല. അതേപോലെ പള്ളിക്ക് കൊടുക്കാവില്ല, എന്തായിട്ടല്ലേ. പള്ളി നിർബന്ധമായിട്ടും ആ റായച്ച ആൾമാർ അതിനെ പരിപാലിക്കണം. സക്കാത്തിന് സമ്പത്ത് മുതൽ കൊണ്ടുത്തല്ല. അപ്പൊ പെഞ്ഞായിക്ക് ചെലവ് കൊടുക്കൽ മാപ്പിളക്ക് നിർബന്ധിച്ചിക്കറ്. അതേപോലെ ഉമ്മ അബ്ബക്ക് ചെലവ് കൊടുക്കൽ മക്കൾക്ക് നിർബന്ധിച്ചിക്കറ്. അപ്പൊ അങ്ങ് സക്കാത്തിന് മുതൽ കൊടുത്തു അങ്ങനെ സുധാരിക്കുന്നതല്ല, അത് ഒരിക്കലും പാടില്ല. ഇതിന്റെ ചില ജാഗലെല്ലാം അത് നടക്കരുത്. റമദാൻ ആകുമ്പോഴത്തേക്ക് സത്യത്തിൽ വർഷ പൂർത്തിയാവിടെ ദൈത്തിക്കറ് സക്കാത്ത് നിർബന്ധമാവുള്ളതായ കാരണം റമദാൻ ടു റമദാൻ അല്ല. ഇനി ഒരാളത്ത് റമദാൻ ടു റമദാൻ ആയെങ്കിൽ നല്ല വിഷയമേ, അത്രയേ ഉള്ളു ആ വിഷയത്തില്. അപ്പൊ ഈ സക്കാത്ത് റമദാൻ ആകുമ്പോഴത്തേക്ക് അവന്റെ പെങ്ങന്മാർക്ക് കൊടുക്കര്, പെങ്ങന്മാർക്ക് കൊടുക്ക എങ്ങനെ ചെന്നിട്ടെങ്കിൽ അങ്ങനെ മങ്ങിലാക്കിട്ട് കൊടുത്തിട്ടു മാപ്പിള കൊടുക്കുന്നതായ ചെലവ് അങ്ങക്ക് മയ്യാവില്ലേ, അങ്ങനെ മക്കളെ വിദ്യാഭ്യാസത്തിന് മയ്യാവില്ലേ, അല്ല അങ്ങനെ മെഡിസിനക്ക് മയ്യാവില്ലേ,
അങ്ങനെ മൈഷത്തുക്ക് മയ്യാവില്ല മാപ്പിളരെ ചെലവ് മങ്ങിലാക്കിട്ട് കൊടുത്തും അങ്ങനെ ടൈമിൽ ഒരാളെ സക്കാത്ത് നിങ്ങളെ പെങ്ങൾക്ക് കൊടുക്കാം തൊന്തരയില്ല. ഓന്റെ അധീനത്തിൽ ചെലവിൽ ഉണ്ടുണ്ടെങ്കിൽ ആ പെങ്ങൽ മങ്ങിലാവിടെ മുന്നിൽ കൊണ്ട് ചെലവഴിക്കുവാറ് അങ്ങനെ ടൈമിൽ സക്കാത്ത് കൊടുക്കുക ചെയ്യാറ്. ഉനക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധം എത്തിക്കറ് ഉമ്മക്ക് അബ്ബക്ക് പെഞ്ഞായിക്ക് മക്കക്ക്. അതേപോലെ പെഞ്ഞായിരൊട്ടിക്ക് ബംഗാറുണ്ട് മാപ്പിള കടക്കാരായിട്ടുള്ള. അപ്പൊ പെഞ്ഞായിരെ സക്കാത്ത് എന്താക്ക മാപ്പിളക്ക് കൊടുത്തിട്ട് ആ കടത്തിൽ നിന്ന് മുക്താക്ക, അതിൽ തൊന്തരയില്ല. അങ്ങനെ ആക്കിയതും ഞങ്ങൾക്ക് ചരിത്രത്തിൽ കാണും. ജസാക്കുമുല്ലാഹ് ഖൈർ. ഈ പാവത്തെ പെൺമക്കു മങ്ങിലാകുമ്പോൾ സക്കാത്തിൻ്റെ പൈസ നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾ ചില്ലറ കേട്ട ആൾമാരൊട്ടിಗೆ ഇത് നിങ്ങൾ ഇതിൽ ബംഗാറെല്ലാം എടുക്കുക യൂസ് ആക്കണ്ട. നിങ്ങൾ മങ്ങിൽ തണ്ടത്തെ ಖರ್ಚಿಗೆ അല്ലെങ്കിൽ നിങ്ങൾ ഔത്തര ಖರ್ಚಿಗೆ മാത്രം യൂസ് ആക്കി കൊടുക്കರು സക്കാത്തರು ഇത് എടുത്തോളൂ സമയം നോക്കൂ. ഈ നാ ചെന്നല്ലേ ഈ സക്കാത്ത് കൊടുക്കുന്നത് ഈ സക്കാത്ത് മേങ്ങുgu അർഹതപ്പെട്ട ആൾമാരച്ചಂತ നോക്കണം. ഒന്ന ഫക്കീർ ಐತು ಬೇನು പരമ ദരിദ്ര അവന് കൈത്തിക്കറ് ഫക്കീർ ഉണ്ട് ചിലർ. അല്ലെങ്കിൽ മിസ്കീൻ ഉദാഹരണക്ക് ഒരാൾക്ക് 500 രൂപ ശമ്പളം ഉണ്ട്. കൂലി ആയിട്ട് അയാൾക്ക് പണിയെടുത്തെങ്കിൽ 500 രൂപ ശമ്പളം കിട്ടും. ഒരു നാളത്തെ ചെലവ് അവനുക്ക് ചെലവ് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള അവൻ്റെ പെഞ്ഞായി മക്ക അതേപോലെ അവൻ്റെ ഉമ്മ അബ്ബ അങ്ങനെ മരുന്ന് മെഡിസിൻ എഡ്യൂക്കേഷൻ ചെന്ന് അവനുക്ക് ഒരു നാൾക്ക് ഒരു 700 രൂപ ചെലവുണ്ട് വിചാരിക്കും. അപ്പോൾ അവനുക്ക് ശമ്പളം ആയിട്ട് കിട്ടുന്ന 500. അപ്പൊ 200 രൂപ അവൻ എന്താ അവിടെ കടക്കാരവിടെ ഓണ് കൈത്തിക്കറ് മിസ്കീനിട്ട് ചില്ലറ ഒന്നായിട്ടല്ലേ. അപ്പൊ ആ മിസ്കീന് ചില്ലറതായ വകുപ്പിൽ കൊടുക്കണം, അല്ലെങ്കിൽ കടക്കാര ചില്ലറതായ വകുപ്പിൽ കൊടുക്കണം, അല്ലെങ്കിൽ ഫക്കീർ ചില്ലറതായ വകുപ്പിൽ സക്കാത്ത് കൊടുക്കണം. അതല്ലാതെ ഇത് നിന്റെ സക്കാത്ത് ഐത്തിക്കറ് ഇതാ നിക്ക് മഞ്ഞിൽത്തക്ക് ചെന്ന് അങ്ങനെ കൊടുക്കുകയില്ല. മഞ്ഞിൽത്തക്ക് ചെന്ന് സക്കാത്ത് കൊടുക്കറ്, പെണ്ണ് ബാധക്ക് ചെന്ന് സക്കാത്ത് കൊടുക്കറ്, അങ്ങനെയില്ല. മിസ്കീന് ചില്ലറതായ വകുപ്പിൽ, കടക്കാര ചില്ലറതായ വകുപ്പിൽ, ഫക്കീർ ചില്ലറ വകുപ്പിൽ കൊടുക്കണം. അങ്ങ് ಅದಕ್ಕೆ അർഹതപ്പെട്ട ആളായിത്തിനെങ്കിൽ അങ്ങക്ക് പിന്നെ ബംഗാറുക മഞ്ഞിൽത്തിര ചെലവുക അല്ലെങ്കിൽ ഒരത്തക്ക് ഒരു മഞ്ഞിൽ അവിടെ ഒരു ആണുക്ക് കൊടുത്തെങ്കിൽ അവനുക്ക് ഒലീമക അത് യൂസ് ആക്കാം. അല്ല സക്കാത്ത് കൊടുത്തെങ്കിൽ അവനുക്ക് അതിരെ യൂസ് ആക്കാം. ഞങ്ങൾ അതിരെ ഇന്നതിക്ക് ചെന്ന് കൊടുക്കുകയില്ല. ഇപ്പൊ ചില ആൾമാരുള്ളവർ ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഈ സക്കാത്തിരെ മുതല് അതിരെ അങ്ങ കൈകാര്യാക്കറി സക്കാത്തിരെ മുതൽ കണക്ക് കൂട്ടിയെന്ന് പിന്നെ അത് അങ്ങനെ സ്വത്തൈത്തിക്കറ് ഞങ്ങൾക്കായിട്ട് എന്തു അതിൽ തസറുഫാത്ത് അതിലെ കൈകാര്യം ചെയ്യുക ഞങ്ങൾക്ക് അർഹതയില്ല. ഞങ്ങിപ്പോ സക്കാത്തിനെ മുതൽ ഒരാൾക്ക് ഒരു റിക്ഷ എടുത്ത് കൊടുക്കേണ്ടെങ്കിലും അവൻ്റെ പെർമിഷൻ എടുക്കൊണ്ടങ്ങ ഇത് അതിൻ്റെ സക്കാത്തിലെ കാസുണ്ട്, മുതലുണ്ട്, ബംഗാറുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കച്ചവടത്തിലെ സക്കാത്ത്, അല്ലെങ്കിൽ എൻ്റെ കൃഷിയുടെ സക്കാത്ത് ഏതും ആവട്ടെ എൻ്റെ സക്കാത്തിലെ മുതലുണ്ട്. അപ്പൊ നിക്കനാണ് നിന്റെ ഒരു മൈഷത്തുക്ക് വേനായിട്ട് ഒരു റിക്ഷ എടുത്ത് തണ്ടേ, അല്ല നിക്ക് പിന്നെ താമസിക്കുക വേനായിട്ട് വസിക്കുള്ളത് അകയില്ല ഒരു അക കെട്ടി തണ്ടേ, അല്ല അക റിപ്പയർ ആക്കിയിട്ട് തണ്ടേ, അല്ല നിന്റെ മെഡിസിൻക്ക് നാണ് തണ്ടേ, അല്ലാണ്ട് ഏതുകോ ആവട്ടെ അങ്ങനെ പെർമിഷൻ എടുത്തിട്ട് അങ്ങ് ആവും നീನು ಗಾಡಿ എടുത്തിത്ത, അല്ലെങ്കിൽ അക കെട്ടിത്ത, അല്ലെങ്കിൽ അക റിപ്പയർ ആക്കിയിടുത്ത, അല്ലെങ്കിൽ മെഡിസിൻ എടുത്തിത്ത, അല്ലെങ്കിൽ റംസാന്റെ കിട്ടുത്ത അങ്ങ് ചെന്നിട്ടെങ്കിൽ ഞങ്ങൾക്ക് അതിരെ അങ്ങനെ ആക്കല്ലാമാറ്. അതല്ലാതെ ഞങ്ങളെ പെർമിഷൻ ഇല്ലാതെ ഞങ്ങമേ അതിരെ തീരുമാനം എടുക്കുക ഞങ്ങൾക്ക് റൈറ്റ്സ് ഇല്ല. അത് ഞങ്ങളെ സ്വത്ത്. ഇപ്പോ നിങ്ങളെ മുതൽ ನನ್ನ ಕೈಲಿ ಉಂಟೆಂಗ್ಲ್ ನಿಂಗಲ ಪರ್ಮಿಷನ್ ಇಲ್ಲದ ನಕ್ಕ ಅದರ ತಸರುಫಾತ್ ಹಾಕೋ ಗೌಡ ಚೆಲವಾಕೋ ಗೌಡ ನಕ್ಕೆ ಬೇಂಡೇದುപോലെ ನಿಂಗೆ ತರೋ ಗೌಡ ಇಲ್ಲಾಂದ್ರೆ ನಿಂಗಲ ಸಂಬತ್ತು ಐತಿಕ್ರು അതേപോലെ ಐತಿಕ್ರು ಜಕಾತ್ അത് അങ്ങനെ അള്ളാഹു ഖുർആനിൽ ചെന്ന് ആ വിഭാഗത്തെ മുതലെത്തിക്കരുത്. അതിനെ കൈകാര്യം ചെയ്യണുണ്ടെങ്കിൽ അങ്ങനെ പെർമിഷൻ ഇല്ലാതെ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല. അത് ഭാരി ಜಾಗ್ರತೆ ಕೊನಾಯ್ತಲ್ಲ ഒരു ವಿಷಯತಿಕ್ಕರು ಹಂಗೆ ಯಾರ್ತಿಲ್ಲ ಆಲ್ಮಾರ എന്താക്കില്ല ആ വിഷയത്തിക്ക് ಗಮನ കൊടുക്കില്ല. ജസാക്കുമുല്ലാഹ് ഖൈർ. സക്കാത്തിൻ്റെ പൈസ റംസാൻ കിറ്റ്, ഈദ് കിറ്റ്, പിന്നെ പെരുന്നാൾക്ക് ഡ്രസ്സ് ഇതെല്ലാം എടുത്ത് കൊടുക്കാമോ? അതേ ഇപ്പം ഞാൻ ചെന്നത് അത് ഏത് എടുത്തു കൊടുക്കുറെങ്കിലും അങ്ങനെ പെർമിഷൻ ഇല്ലാതെ കൊടുക്കുക സാധ്യമല്ല. അത് നല്ല ഒരു രീതിയല്ല. എന്തിനാ ചെന്നിട്ട് ഒരുത്തരൊട്ടിക്ക് സക്കാത്തുണ്ട് അവൻ അതിൽ എന്താക്കിരി ഈദ് കിറ്റ് അല്ല റംസാൻ കിറ്റ് ಇದೆಲ್ಲ ಹಾಕ್ರಿ ಕಿಸ್ವಾ ಈದ್ ಇದಕ್ಕೆಲ್ಲ ಪೇರು വെച്ചിട്ട് ആരെ സമ്പത്ത് മുതലാരത് ഫക്കീറത് മിസ്കിൻ്റെത് കടക്കാരത് ಅದಕ್ಕೆ ಅರ್ಹದപ്പെട്ടത് സക്കാത്ത് മേങ്ങ അർഹതപ്പെട്ട ആൾമാര് സമ്പത്ത് മുതല് അങ്ങനെ മുതല് അങ്ങലൊട്ടിക്ക് കേൾക്കാമാറ് പോണെങ്ങനെ അത് പർച്ചേസ് ആക്കരുത്.
അത് ശരിയല്ല, അതൊക്കെ ഇസ്ലാം അനുവദിക്കില്ല. സക്കാത്ത് പോലും വീടല. അങ്ങ ചെന്നാറ് ഇതാ ഇത്ര മക്കളെ തിരഞ്ഞെടുത്തിട്ട് ഒരാളൊട്ടിക്ക് ഉദാഹരണക്ക് ഒരു 50,000 രൂപ സക്കാത്തുണ്ട്. അപ്പൊ 50 മക്കളെ അല്ലെങ്കിൽ ഒരു 25 മക്കളെ സെലക്ഷൻ ആക്കിയിട്ട് അങ്ങനെ പേരൻസിനെ വിളിച്ചിട്ട് ഇതാ നല്ലൊട്ടിക്ക് ഇത്ര സക്കാത്തുണ്ട്, ನಾನು ಇದು ಓರೋರ್ತಕ್ಕೆ 6 ಗಲ್ಲ ಕೊಡ್ಕರಲ್ಲ ಅಂಕಲ್ಲ ಇದ ನಾನು ಇದರ ಐಟಮ್ ನಿಂಗೆ എടുത്ത് തരട്ടാ അങ്ങനൊട്ടിക്ക് കേൾക്കണം. അതോറ് ഇപ്പൊ അകകെട്ടുപാട്ടി കൊടുക്കറെങ്കിൽ കേൾക്കണേ അത് അങ്ങനെ മുതലൈത്തിക്കറ്. അതിലെ അങ്ങനെ മുതല ഞങ്ങൾക്ക് പെർമിഷൻ ചെലവാക്കുള്ളതായ പെർമിഷൻ റബ്ബ് തന്നില്ല, അത് അങ്ങനെ കയ്യിൽ ഏൽപ്പിക്കണം. അങ്ങനെ ഞങ്ങൾക്ക് പെർമിഷൻ തന്നെങ്കിൽ ತೊಂದರೆಯಿಲ್ಲ. ജസാക്കുമുല്ലാഹ് ഖൈർ. പിന്നെ ഇൻഷാ അല്ലാഹ് ഇന്ന് ചുമ്മാ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട് ആൽമാരുടെ കൊറിയൻ നിങ്ങൾ ടൈം ഇൻഷാ അല്ലാഹ് നിങ്ങൾ യൂട്യൂബിൽ ക്വസ്റ്റ്യൻ കേട്ടെങ്കിൽ റിപ്ലൈ ആക്കാമോ? ഇൻഷാ അല്ലാഹ് തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് എനി ടൈം. ജസാക്കുമുല്ലാഹ് ഖൈർ. ജസാക്കുമുല്ലാഹ് ഖൈർ. സഹോദര ಸಹೋದರಮಾರೆ, ಚೊಮ್ಮೆಲ್ಲ ಕ್ವಶನ್ಸ್ಗೆ ഞങ്ങളുടെ ഡൗട്ട് എല്ലാം ക്ലിയർ ആക്കി തന്നിട്ട് മൗലാന മുസ്തഫ ദാർമി ഉസ്താദ് ಇನ್ಶಾ ಅಲ್ಲ ಇನ್ನೂ ನೀವು ಕ್ವಶನ್ ಇಂದ ಕೇಕ್ ಆಯ್ತು ಚೊಂತು ಅಗ್ರಿ ಆಯ್ತು ಯೂಟ್ಯೂബിലൊന്ന് ക്വസ്റ്റ്യൻ ഇന്ന് കേക്ക് എനിക്ക് റിപ്ലൈ ആക്കാറ് അതല്ലാണ്ട് ഇൻഷാ അല്ല ഇങ്ങനത്തെ ഇന്ന് സന്ദർഭം കിട്ടിയെങ്കിൽ നിങ്ങൾ വരണുണ്ട് ನಾನು റിക്വസ്റ്റ് ആക്കിയിട്ടുള്ള. ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഇൽമിൽ ഇന്നും ബർക്കത്താക്കട്ടെ. അതേപോലെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അമലെടുക്കുക തൗഫീഖ് തരട്ടെ. ആമീൻ. ജസാക്കുമുല്ലാഹ് ഖൈർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അതേപോലെ നിങ്ങൾക്കും അതിന്റെ പ്രതിഫല റബ്ബ് തരട്ടെ. മേലെ സമയത്തിൽ എടുത്തിട്ട് ഇൽമുക്ക് വേണായിട്ട് ഇത് ആൾമാർക്ക് എത്തണം. ഈ മെസ്സേജ് ആൾമാർ അമലാക്കണം. എല്ലാവർക്കും ഈ ഒരു ഇൽമു കിട്ടിട്ട് ചില ഉദ്ദേശത്തിൽ നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻ കേട്ടാറ്, അത് റബ്ബ് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും അതിന്റെ പ്രതിഫല അല്ലാഹു തആല തരട്ടെ. ഏതായാലും പ്രമാണബദ്ധമായിട്ട് ഖുർആൻ സുന്നത്തിനടിയിൽ നിങ്ങൾക്ക് അമലാക്കുക അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാ ഇബാദത്തും കർമ്മവും പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ഞങ്ങളൊട്ടിಗೆ ಇನ್ನೂ ಒಳ್ಳೆ ಸಹೋದರಮಾರ್ಗം. ജസാക്കുമുല്ലാഹ് ഖൈർ.